ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ തയ്യാറാക്കുന്ന ഈ വെജിറ്റബിൾ കറി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും അതുപോലെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മുടെ കയ്യിലുള്ള ഏത് പച്ചക്കറികളും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളരി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5 കോവക്ക, ഒരു ചെറിയ കഷ്ണം കടച്ചക്ക, പിന്നെ ക്യാരറ്റ്, പച്ചക്കായ, അതുപോലെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ, പിന്നെ എടുത്തിരിക്കുന്നത് ഒരു വഴുതനങ്ങ, ഒരു തക്കാളി, ഒരു കുഞ്ഞു സവാള, 2 പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിലോട്ട് ചില്ലി പൗഡറൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ വേവ് കൂടിയ പച്ചക്കറികളൊക്കെ പ്രഷർ കുക്കറിലിട്ടിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ 1 വിസിൽ വരുന്നത് വരെയാണ് പച്ചക്കറികൾ വേവിച്ചെടുക്കുന്നത്. പക്ഷേ ഇത് അല്പം വെന്ത രൂപത്തിലാണ് ഈ കറി ഉണ്ടാവുക. പച്ചക്കറികളൊക്കെ കുറച്ചുകൂടി വേവ് വേണം, അതുകൊണ്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മത്തങ്ങ സാധാരണ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാറില്ല, വേവ് കുറഞ്ഞ സാധനമാണ് മത്തങ്ങ. അപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കറിയുടെ ഗ്രേവി അല്പം തിക്കായിട്ടാണ് ഉണ്ടായിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മത്തങ്ങ ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് പൊട്ടാറ്റോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 പച്ചമുളകും അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് മറ്റൊരു അടുപ്പിൽ ഒരു മൺചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ 5 6 വെളുത്തുള്ളി അല്ലി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ശേഷം ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, ഒരു കുഞ്ഞ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൂടി ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും വഴുതനങ്ങയും ഇതിലോട്ട് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന ടൈമിൽ നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലോട്ട് ഒരു ചെറിയൊരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ വെജിറ്റബിൾസൊക്കെ വേവിക്കുന്ന ടൈമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിക്കൻ മസാല ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് ഉണ്ടാവുക. ചിക്കൻ മസാലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. ഇനി ഈ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഗ്രേവി നന്നായിട്ട് തിക്കായിട്ടാണുള്ളത്. ഇത്രയും ഗ്രേവി നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ പൊറോട്ടയുടെ കൂടെ കിട്ടുന്ന മസാലക്കറി അതുപോലെ വെജിറ്റബിൾസ് കറി എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്ന അതേ കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. കണ്ടല്ലോ, പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും അതുപോലെ ഇഡലിക്കും പുട്ടിനും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അവസാനമായിട്ട് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനായാലും അതുപോലെ ഉച്ചയ്ക്ക് ചോറിനായാലും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണം. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം.
ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിട്ട് ആ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണം. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്